നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും ഗൂഗിൾ ചെയ്യാന്ന് പറയും. അതെ. പക്ഷെ ഗൂഗിളിന് പോലും എഐയിൽ അത്ര ടോപ്പറായിട്ട് വന്നിട്ടില്ല. എഐയിൽ ഈ പറയുന്ന മറ്റ് പ്ലാറ്റ്ഫോംസും ഗൂഗിൾ ജെമിനിയും തമ്മിലുള്ള വ്യത്യാസം വരും. പ്രോംപ്റ്റിങ് എങ്ങനെയാണ് ആക്യുറേറ്റ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യം കൃത്യമായിട്ട് നമുക്കൊരു വേണ്ട കാര്യം ഇതിലേക്ക് എത്തിക്കാൻ പറ്റുക? പ്രോംപ്റ്റ് റൈറ്റിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞാൽ വെറും സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ChatGPTക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മറിച്ച് ഞാൻ പറയുകയാണ് ഞാനൊരു കുറച്ച് ലേസി സ്റ്റുഡൻ്റാണ്. നമ്മൾ ചില പ്രോഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരെ ഇപ്പോൾ ഇൻബിൽഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടൊരു മെഷീനാണ്. ആ മെഷീനിൽ ഇൻബിൽഡ് ആയിട്ട് 500 റെസിപ്പീസ് ഉണ്ട്. ആ റെസിപ്പീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്പി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം പറഞ്ഞാലും തന്നെ ഉണ്ടായിക്കോളും. ഇതൊരു എയുടെ സാധനം. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് ഉള്ള ഈ ChatGPT പോലെ വേറെയും കുറേ ഇതുണ്ടല്ലേ. പക്ഷേ ഇപ്പം ChatGPT ഉണ്ട്, പെർപ്ലക്സിറ്റി AI ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെർപ്ലക്സിറ്റി AI എൻ്റെ ഒരു ഫേവറേറ്റ് AI ടൂളാണ്. എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് റീസൺ എന്താണെന്ന് വെച്ചാൽ പെർപ്ലക്സിറ്റി AIക്ക് റെസ്പോൺസ് അവരതിനകത്ത് സോഴ്സസും സൈറ്റേഷൻസും റെഫറൻസസൊക്കെ കൊടുക്കുന്നുണ്ട്. ChatGPTക്ക് അതിനകത്ത് ഔട്ട്പുട്ട് വരുമ്പോൾ അത് വെറും ടെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇത് ഏതൊക്കെയാണ് സോഴ്സസ്, റൈറ്റ്? ഇപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഒരു ഇൻ്റലിജൻറ്റ് AI മെഷീൻ തന്നാൽ പോലും നമ്മൾ ആലോചിക്കും ഇത് എവിടെ നിന്ന് കിട്ടി, അല്ലേ? പെർപ്ലക്സിറ്റി ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം കൂടി തന്നിട്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് തരുന്നത്. കൃത്യമായ സോഴ്സസ്, അതും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ്, ഹൈലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള സോഴ്സസ്. നമ്മൾ പോലും ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിബിൾ അല്ലാത്ത സോഴ്സസിലേക്ക് ചിലപ്പോൾ പോയിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ എടുക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലും നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് കയറി തപ്പിക്കഴിഞ്ഞാൽ അവസാനം അത് ക്യാൻസറായിട്ട് മാറുമെന്ന് പറയുന്ന പോലെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എടുക്കുന്നത് ഇത് റിയൽ ആണോ ഫേക്ക് ആണോ, നമ്മൾ വായിക്കുന്നത് തെറ്റാണോ, എല്ലാം വായിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വേറെ എന്തെങ്കിലും കോപ്പിയായിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് നമുക്ക് റിയൽ എന്താണ് ഫേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമയം ഇത് അതിന് പറ്റുന്നത് വെച്ചാൽ കണ്ടൻറ് റാഡിക്കലൈസേഷൻ എന്നൊരു സംഭവമുണ്ട്. കണ്ടൻറ് റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഓടണമെന്ന് താല്പര്യമുണ്ട്. ഓടാനായിട്ട് നമ്മൾ യൂട്യൂബിൽ ഹൗ ടു റൺ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഒരാഴ്ച കൊണ്ട് യൂട്യൂബ് മനസ്സിലാക്കുന്നു ഇയാൾക്ക് ഓടാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ അൾട്രാ മാരത്തോണിനെ പറ്റി സംസാരിക്കുന്നു. നമ്മൾ 20 മിനിറ്റ് ഓടാനുള്ളൊരു പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ യൂട്യൂബ് അതിനെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ എക്സ്ട്രീം ഇൻട്രസ്റ്റ് ആയിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ റെക്കമെൻഡേഷനിൽ വീഡിയോസ് വരുന്നു. ഒരു 1-2 മാസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും മോട്ടിവേഷന് വേണ്ടി റണ്ണിങ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഇത് ഇയാൾ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടൻറ് റാഡിക്കലൈസേഷൻ, അതിന് റാഡിക്കൽ അതിപ്പോൾ പൊളിറ്റിക്സിലും റിലീജിയനിലും ഹെൽത്ത് ഫിറ്റ്നസ് എല്ലാം പല ഹോബീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു യൂട്യൂബ് ആൽഗോരിതം മെക്കാനിസമാണത്. AI ഈ കാര്യത്തിന് കുറച്ചുകൂടി റെഗുലേഷൻ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നതും ആ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അത് ശ്രമം നടത്തുന്നില്ല, നമ്മൾ ഇൻഫോം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. ഈ പെർപ്ലക്സിറ്റി എയുടെ ഒരു ഇന്ത്യൻ കണക്ഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാണ് അരവിന്ദ് ശ്രീനിവാസൻ എന്ന് പറയുന്ന IIT മദ്രാസ് അലുമിനായി. അത് ഗൂഗിൾ ഡീപ് മൈൻഡിലുണ്ടായിരുന്നു ദീർഘകാലം. അതിനുശേഷമാണ് പെർപ്ലക്സിറ്റി. ഇപ്പോൾ ഏതാണ് 10 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് പെർപ്ലക്സിറ്റി AIക്കുണ്ട്. ഗൂഗിളിൽ ഒരു ആൻസർ എഞ്ചിനാണെങ്കിൽ, ഒരു സെർച്ച് എഞ്ചിൻ ആൻസർ എഞ്ചിനാണെങ്കിൽ ഇതിനെ അവർ പറയുന്നൊരു നോളജ് ഡിസ്കവറി എഞ്ചിനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തണം കൊച്ചിയിലുള്ള മിൽക്ക് കൺസപ്ഷനെ വേണ്ടിയിട്ട്. ഈ സിറ്റിക്കകത്ത് എത്ര മിൽക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇതൊരിക്കലും ഗൂഗിൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ സ്കാറ്റേഡ് ആയിട്ട് പോകും. ഇത് കൃത്യമായി അതിനൊരു ടേബിൾ ഉണ്ടാക്കി ഏതൊക്കെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എത്ര മിൽക്ക് ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്, ഡെയിലി എത്രയുണ്ട്. മാത്രമല്ല ഒരു ടോപ്പിക്കിലേക്ക് എങ്ങനെ ഡീപ്പായിട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള നഡ്ജസ് അതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉദ്ദേശിച്ചും നമുക്ക് ചോദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള 6-7 ചോദ്യങ്ങൾ നഡ്ജസ് ആയിട്ട് ഇന്നലെ നമ്മൾ നോക്കിയപ്പോഴായിരുന്നു. അങ്ങനെ നമുക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നോളജ്, ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി നോളജ് അക്വയർ ചെയ്യേണ്ട ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം പെർപ്ലക്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു AI ടൂളായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും ഗൂഗിൾ ചെയ്യാന്ന് പറയും. അതെ. പക്ഷെ ഗൂഗിളിന് പോലും എഐയിൽ അത്ര ടോപ്പറായിട്ട് വന്നിട്ടില്ല എഐയിൽ. ഗൂഗിൾ ജെമിനി. അപ്പോൾ എന്താണ് ഇവർക്ക് ഈ പറയുന്ന മറ്റ് പ്ലാറ്റ്ഫോംസും ഗൂഗിൾ ജെമിനിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? ഗൂഗിൾ ജെമിനി ഞാൻ ആദ്യം മുതൽ ഇപ്പം ഗൂഗിൾ ബാർഡായിരുന്ന സമയത്ത് പിന്നീട് ജെമിനി ആയിരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ജെമിനി ഏത് തരത്തിലാണ് ഈ ഒരു AI റേസ്. ആക്ച്വലി ഇത് റേസാണ് പല കമ്പനികളുടെയും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. പക്ഷെ ഗൂഗിളിൽ എവിടെയോ അത് ആ ഒരു റേസിൽ മിസ് ചെയ്തിട്ടുണ്ട്.
ഗൂഗിൾ ജെമിനി ഇപ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് യൂട്യൂബിലൊരു വീഡിയോ 2 മണിക്കൂറിൻ്റെ പോഡ്കാസ്റ്റ് എനിക്ക് കാണാൻ സമയമില്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് എടുത്തിട്ട് ഐ വോണ്ട് ടു ഗെറ്റ് 20 ബെസ്റ്റ് ഇൻസൈറ്റ്സ് ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടും. അപ്പോൾ കൃത്യമായിട്ട് ആ യൂട്യൂബ് വീഡിയോ വായിച്ചിട്ട് ആ 20 ഇൻസൈറ്റ്സ് കൃത്യമായ ഇൻസൈറ്റ്സ് ആയിരിക്കും. ഞാൻ കണ്ട വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്, കൃത്യമായത് കാണും. ആ 20 ഇൻസൈറ്റ്സ് വെച്ചിട്ട് എനിക്ക് പല രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ 20 ഇൻസൈറ്റ്സ് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വീഡിയോ നറേറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കോണ്ടന്റ് റീപർപ്പസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പലതും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഗൂഗിൾ ജെമിനി റിയൽ ടൈം ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ എനിക്കത് വേറെ ബാക്കിയുള്ള ടൂൾസായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരുന്നത്? ഗൂഗിൾ ജെമിനിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ജിമെയിൽ അക്കൗണ്ട് ഹോൾഡേഴ്സിനും അത് ഇൻസ്റ്റൻ്റ്ലി അവൈലബിൾ ആണെന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. കാരണം ഗൂഗിൾ ജെമിനി മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം AI കേപ്പബിലിറ്റി ഇത്രയും എത്തിയിട്ടുള്ളൂ എന്ന് അവർ തെറ്റിദ്ധരിക്കാം. നേരെ മറിച്ച് ഇന്ന് നമുക്ക് AIയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ OpenAIയുടെ ChatGPT ഉപയോഗിക്കണം, പെർപ്ലക്സിറ്റി AI ഉപയോഗിക്കണം, മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഫ്രീ ആണ്, അത് ഉപയോഗിക്കണം. അതുപോലെ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് നോക്കാം. ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് വളരെ നല്ല റൈറ്റിംഗ് ടൂളാണ്. അതെന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് റൈറ്റിംഗ് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി ഓപ്പൺഎഐയും ക്ലോഡും തമ്മിൽ അതിൻ്റെ കേപ്പബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന എഡ്ജുള്ള 2 LLMs ആണ്. ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയാണ് ക്ലോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെയധികം നമ്പർ ഓഫ് യൂസേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും നല്ല ഇതിൽ റൈറ്റിംഗ്, ChatGPT തിങ്കിങ്, റൈറ്റിംഗ്, റീസണിങ്, ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിങ്, ഇങ്ങനെ ഭയങ്കര വൈഡ് വെറൈറ്റി കേപ്പബിലിറ്റീസ് ആണെങ്കിൽ ക്ലോഡിന് എസ്പെഷ്യലി റൈറ്റിംഗ് സ്കില്ല് വളരെ ഹൈ ആണ്. റൈറ്റ്, ഇപ്പം അതായത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൺസെപ്റ്റ് എഴുതണമെങ്കിൽ അല്ല അങ്ങനത്തെ ഐഡിയാസ് ആണോ, അങ്ങനത്തെ റൈറ്റിംഗ് ആണോ, അതോ ഈ പറയുന്ന നോവൽ സ്റ്റോറീസ് അങ്ങനത്തെ റൈറ്റിംഗ് ആണ്? 2 തരത്തിലുള്ള, ഈവൻ ടെക്നിക്കൽ റൈറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഫിക്ഷൻ റൈറ്റിംഗ്, റൈറ്റ്, ന്യൂസ് റൈറ്റിംഗ്, ഇങ്ങനെ റൈറ്റിങ്ങിന് തന്നെ പല സോണേഴ്സ് ഉണ്ടല്ലോ. ഏത് ടൈപ്പ് റൈറ്റിങ്ങിനും ക്ലോഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കര എളുപ്പമായില്ലേ? അതാണ് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ആവശ്യമില്ല. അത് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പം എന്ത് കാര്യങ്ങൾക്കും യൂസ് ചെയ്താൽ അത് പുതിയൊരു നറേറ്റീവ് നമുക്ക് കിട്ടും, അത് പെട്ടെന്നൊരു ഉത്തരം കിട്ടും. ഒരു ആനയുടെ ഉറുമ്പിൻ്റെ കഥ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു ക്ലിക്കിൽ ആനയുടെ ഉറുമ്പിൻ്റെ കഥ വരും. അപ്പോൾ ഇത് ചേഞ്ചസ് ഉണ്ടാകാം. പക്ഷെ അപ്പം ഇതുപോലെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസാണ് എന്തിനൊക്കെ ഉപകാരപ്പെടുമെന്നുള്ളൊരു ബേസിക് നോളജ് പക്ഷേ ആൾക്കാർക്ക് കുറവായിരിക്കും. ഇപ്പം നമ്മളെ ക്ലോഡ് ഇപ്പോൾ പറഞ്ഞാൽ പെർപ്ലക്സിറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ChatGPT ആയിരിക്കും എല്ലാവർക്കും. അപ്പം ഇതിൽ നിന്ന് ഇപ്പം വേറൊരു സാധനങ്ങളോട് കേട്ടിട്ടുള്ള കാര്യമാണ് കോപ്പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. അതും AI ജനറേറ്റീവ് തന്നെയാണ്. അതെ, അതിൽ ബേസിക് മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഓപ്പൺഎഐ ChatGPTയിൽ ഇമേജസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പെയ്ഡ് അക്കൗണ്ട് വേണം. അപ്പോൾ ഇത് 2 തരത്തിലാണ്. ഒന്ന്, ChatGPTക്ക് ഫ്രീ വേർഷൻ ഉണ്ട്, അതുപോലെ പെയ്ഡ് വേർഷൻ ഉണ്ട്. ഇപ്പോൾ പെയ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ മാസം $20 ഒരു പെയ്ഡ് വേർഷനാണ്. മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഫ്രീ വേർഷനിൽ തന്നെ ഇമേജ് ഉണ്ടാക്കാനും മ്യൂസിക് കമ്പോസിഷൻ അതിന് വേണ്ടി അവർ സുനോ AI എന്ന് പറഞ്ഞൊരു, ഇപ്പോൾ സുനോ AI വളരെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ നമ്മളൊരു ലിറിക്സ് ഉണ്ടാക്കണ്ട, നമ്മൾ ജസ്റ്റ് നമുക്കൊരു ഹിപ്പ് ഹോപ്പ് സോങ് വേണം, മലയാളത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു എക്സ്ട്രീം ബാസ് വേണം, ബീറ്റ് വേണം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, നമുക്ക് പല സോണേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ മ്യൂസിക് വല്ല പരിചയമുള്ള ആളാണെങ്കിൽ ആ വാക്കുകൾ കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിൻ്റെ ഗുണം എന്താണ്? ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് നല്ല ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കോണ്ടൻറ്റ് പഠിക്കാനുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആൻസേഴ്സ് തരാൻ പറ്റും. പിന്നെ ഇമേജസ്, ഇപ്പോൾ പല AI ഇമേജസും ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളൊരു തോന്നലൊക്കെയാണ്. പക്ഷേ സിനിമാറ്റിക് ആയിട്ടുള്ള ഇമേജസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ സിനിമാറ്റിക് ആയിട്ട് ഉള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രോംപ്റ്റ് റൈറ്റിംഗ് വേണം. ഈ പ്രോംപ്റ്റ് റൈറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ പലരും പിക്കപ്പ് ചെയ്ത് വരുന്നൊരു സ്കില്ലാണ്. കാരണം ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ChatGPT അങ്ങനത്തെ AI ടൂൾസ് ആണെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി പറയാൻ പറ്റണം. അതായത് ബോട്ട് ഓടിക്കുന്നത് എങ്ങനെ എന്ന് അയച്ചു കഴിഞ്ഞാൽ ബോട്ട് ഓടിക്കുന്നതിൻ്റെ ടെക്നിക്കൽ കാര്യമായിരിക്കും പറയുന്നത്. എനിക്ക് ബോട്ട് ഓടിക്കണമെങ്കിൽ എങ്ങനെ ഓടിക്കണം എന്നുള്ള സാധനം കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ
ഈ പ്രോംപ്റ്റിങ് ആക്ച്വലി എങ്ങനെ പഠിക്കാൻ പറ്റും? ഇത് എങ്ങനെ എന്ത് പറയണം എന്നുള്ളത് എങ്ങനെയാണ് പഠിക്കാൻ? പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പ്രൊഫഷണൽ അത് ലാംഗ്വേജാണ്. ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ട്രോജൻ ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് 3ാമത്തെ വീട്, ഇത് നമ്മൾ പറഞ്ഞു തരിക. ഈ രീതിയിൽ ChatGPT അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂൾസിൽ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. അപ്പോൾ ഈ പ്രോംപ്റ്റിങ് എങ്ങനെയാണ് ആക്യുറേറ്റ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യം കൃത്യമായിട്ട് നമുക്കൊരു വേണ്ട കാര്യം ഇതിലേക്ക് എത്തിക്കാൻ പറ്റുക? പ്രോംപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞാൽ വെറും സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ChatGPTക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മറിച്ച് ഞാൻ പറയുകയാണ് ഞാനൊരു കുറച്ച് ലേസി സ്റ്റുഡൻ്റാണ്, റൈറ്റ്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഫോക്കസ് കുറവാണ്. എനിക്ക് നാളെയാണ് പരീക്ഷ. എനിക്ക് 2 മണിക്കൂർ ഇന്ന് സമയമുള്ളൂ പഠിക്കാനായിട്ട്. ഇത്രയും കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ChatGPT നമുക്ക് കോണ്ടൻറ്റ് തരുന്നതുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ChatGPT നമ്മളെ കൃത്യമായി മനസ്സിലാക്കി, നമ്മുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ പ്രശ്നങ്ങൾ കൺസ്ട്രെയിൻറ്റ് മനസ്സിലാക്കി ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. കമ്പയർഡ് ടു വേറൊരു നോർമൽ കൃത്യമായ കോണ്ടെക്സ്റ്റ് പറയാതെ. ഇത് നമ്മൾ മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതേ പ്രശ്നമില്ലേ? നമ്മളൊരാൾ വന്ന് പ്രോബ്ലം പറയും, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ചേട്ടാ കാര്യം എന്താണെന്ന് ചോദിക്കും അല്ലേ? കൃത്യമായ കാര്യം പറയുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ലൈക്ക് കോൺവെർസേഷനാക്കി മാറ്റുന്നത്. അത് പ്രോംപ്റ്റ് റൈറ്റിംഗ് ഞാൻ ഇപ്പൊക്കെ ചിന്തിക്കാൻ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ കൃത്യമായി ഇപ്പോൾ ടീച്ചർമാരുടെ പോലെ മനസ്സിലാവുന്നില്ല, നമുക്ക് മടിയുണ്ട്, കുറച്ച് വൈകിയേ വരുള്ളൂ അല്ലേ? ഇത് മടിയന്മാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞെങ്കിൽ വായിക്കാൻ മടിയുള്ളവർക്ക്, ഇപ്പോൾ കാണാൻ മടിയുള്ളവർക്ക്, ഇപ്പോൾ വീഡിയോ പോലും യൂട്യൂബിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒരു നമുക്ക് അത്യാവശ്യം ഒരു ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 അവർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിലും ഈ 1 അവർ സ്പെൻഡ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് നമ്മളെന്ത് പണിയും ഈ വീഡിയോ അങ്ങനെ ഓടിച്ച് കേൾക്കും. മനസ്സിലാവില്ല ഒരു പക്ഷേ എനിക്ക് പോലും ആ മടി. ഇവിടെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്കത് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുക്കുകയാണ് ടെക്നോളജി എപ്പോഴും ചെയ്യാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന നമ്മളിപ്പം ഹോളിവുഡിൽ സ്ട്രൈക്ക് നടന്നിരുന്നു റൈറ്റേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ AI കൊണ്ട് നാളെ ഇപ്പം യൂഷ്വലി പണ്ട് പറഞ്ഞിട്ടുള്ളല്ലോ, കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സംഭവം പറഞ്ഞ പോലെ ഈ AI വന്നത് കൊണ്ട് അവസരങ്ങളുണ്ടാവും, പക്ഷേ ഈ ഇപ്പോൾ ഉള്ള ട്രഡീഷണൽ ജോബ്സ് ഒക്കെ കട്ടവേ ആവും. ഇപ്പോൾ ഇന്നത്തെ പല നമ്മൾ കാണുന്ന ജോബ്സിനെയും റീഇൻവെൻറ്റ് ചെയ്യേണ്ടി വരും. ഇത് ക്യാൻസൽ ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. ഇപ്പം ഹോളിവുഡ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ സംബന്ധിച്ച് അവർക്ക് 1 കൊല്ലം മുമ്പുള്ള ഇൻസെക്യൂരിറ്റി എന്തായിരുന്നു? AI വിൽ വൈപ്പ് ഓഫ് സ്ക്രീൻ റൈറ്റേഴ്സ്. ഇന്നിപ്പോൾ സ്ക്രീൻ റൈറ്റേഴ്സ് ഏറ്റവും അധികം അതൊക്കെ നിർത്തി, സമരങ്ങളൊക്കെ കഴിഞ്ഞു. സ്ക്രീൻ റൈറ്റേഴ്സ് മുഴുവൻ AI വന്നു. മറ്റേ JCB വന്നപ്പോൾ സമരം ചെയ്ത പോലെ ആയിരിക്കും. സ്ക്രീൻ റൈറ്റേഴ്സ് എന്താ പറയണത് അറിയോ? 10 ദിവസം ഒക്കെ ഞങ്ങൾ ക്രിയേറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് ഉപയോഗിച്ച കാര്യങ്ങൾ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സിനിമകളിലെ കഥകളുണ്ടല്ലേ? ഈ 3 സിനിമയിൽ 25 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 25 ക്യാരക്ടേഴ്സിൽ ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 6 ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടാണല്ലോ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടീം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 3-4 മാസം പിടിച്ചിട്ടായിരിക്കും. ChatGPTക്ക് നമ്മൾ ഈ 3 സിനിമകളുടെയും പേര് കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് പേര് കൊടുക്കുക, നിങ്ങൾക്കൊരു മലയാള സിനിമ, ഒരു ഹിന്ദി സിനിമ, ഒരു ഇംഗ്ലീഷ് സിനിമ, ഇതിലെ ക്യാരക്ടേഴ്സിനെ ഇവർ എങ്ങനെയാണ് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ കൊണ്ടുവന്ന ഒരു കഥ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. നമ്മളതൊരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും നമുക്കൊരു സൂപ്പർ ടൂള് കിട്ടിയ പോലെയാണ്. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിന് ഒരു സൂപ്പർ ടൂള് കിട്ടിയ പോലെയുള്ള ഒരു ഫ്രീഡമാണ് നമുക്ക് തരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.